സ്വലോരാജ്ഞി ആനന്ദിച്ചാലും എന്തെന്നാൽ ഭാഗ്യവതിയായ അങ്ങയുടെ തിരുവചനത്തിൽ അവതരിച്ചയാൾ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരോട് പ്രാർത്ഥിക്കണമേ. കന്യാമറിയമേ ആമോദിച്ച് ആനന്ദിച്ചാലും എന്തെന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു. പ്രാർത്ഥിക്കാം. സർവേശ്വര, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ ഉദ്ധാനത്താൽ ലോകത്തെ ആനന്ദിപ്പിക്കുവാനെന്ന് തിരുമനസ്സായല്ലോ. അവിടുത്തെ മാതാവായ കന്യാമറിയം മുഖേന ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രകാശം ഞങ്ങളിൽ വീശുകയും അങ്ങേ ആഗമനത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. ദിവ്യരഹസ്യത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണമേ. മാലാഖമാരുടെ ഗണങ്ങളോടുകൂടെ അങ്ങേ ആരാധ്യമായ തിരുത്വത്തെ കൃതജ്ഞതാപൂർവ്വം പാടി പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്മേലും അധികാരമുള്ള സൃഷ്ടാവും സൃഷ്ടിയുടെ സേവനം ആവശ്യമില്ലാത്തവനും തന്റെ ജ്ഞാനത്തിൽ ഭൗമികർക്കും മാലാഖമാർക്കും അപ്രാപ്യനും സകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഭൂവാസികളെ കർത്താവേ സ്തുതിക്കുവിൻ. പ്രകാശദാതാവായ കർത്താവേ, നിനക്ക് ഞങ്ങളെ സ്തുതി സമർപ്പിക്കുന്നു. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. സന്തോഷപൂർവം അവിടുത്തെ പൂജിക്കുവിൻ. കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നമ്മുടെ കർത്താവും ദൈവവുമായ അവിടുത്തെ തിരുമുൻപിൽ പ്രവേശിക്കുവിൻ. അവിടുന്ന് നമ്മുടെ സൃഷ്ടാവാകുന്നു, നാം അവിടുത്തെ അജങ്ങളും ജനവുമാകുന്നു. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകളെ കടക്കുവിൻ. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ നാമം കീർത്തിക്കുവിൻ. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാകുന്നു, അവിടുത്തെ വിശ്വസ്തത എന്നും നിലനിൽക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ നീക്കുവാങ്ങി. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രകാശദാതാവായ കർത്താവേ, നിനക്ക് ഞങ്ങളെ സ്തുതി സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവും സകലർക്കും പ്രകാശം നൽകുന്നവനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവരും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവരും ഭാഗ്യവാനാകുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായേ, നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. എന്റെ ആശ്രയവും സങ്കേതവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക. ദുഷ്ടന്മാരുടെ കടിയിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും. തന്റെ തൂവലുകളെ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളാം. തന്റെ ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ മുഴങ്ങുന്ന വചനവും മധ്യാഹ്നത്തിനടിക്കുന്ന കൊടുങ്കാറ്റും നീയൊട്ടും പേടിക്കേണ്ട. ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും, 10,000 നിന്റെ വലത് ഭാഗത്തും, എങ്കിലും അവരാരും നിന്നെ സ്പർശിക്കില്ല. നീ അവരെല്ലാം കാണും, ദുഷ്ടന് കിട്ടുന്ന പ്രതിഫലം നീ ദർശിക്കും. നിന്റെ സങ്കേതം കർത്താവാകുന്നു, അത്യുന്നതൻ നിന്റെ കോട്ടയാകുന്നു. നിനക്ക് യാതൊരു നന്മയും വരികയില്ല, ബാധകൾ നിന്റെ കൂടാരത്തെ ഉപദ്രവിക്കുകയില്ല. വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് മാലാഖമാരോട് കൽപ്പിക്കാം. നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും.
സർപ്പത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ചവിട്ടി മെതിക്കും. എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും. എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവന്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും. ദീർഘായുസ് നൽകിക്കൊണ്ട് അവനെ ഞാൻ തൃപ്തനാക്കും. രക്ഷിക്കുവാനുള്ള എന്റെ കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായേ, നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മനുഷ്യവർഗത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ സംഗീതവും ആശ്രയവുമാകുന്നു. അങ്ങിൽ അഭയം തേടുകയും അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എന്റെ ദൈവമേ, അങ്ങേറ്റം വലിയവനാകുന്നു. മഹത്വം തേജസ്സമങ്ങ് ധരിച്ചിരിക്കുന്നു. പ്രകാശം മേലങ്കിയായി അണിഞ്ഞിരിക്കുന്നു. കൂടാരത്തിന്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരിച്ചു നിർത്തി വെള്ളത്തിന്റെ മുകളിലായി തന്റെ മാളികകൾ നിർമ്മിച്ചു. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിച്ചു. അവൻ തന്റെ ദൂതന്മാരെ ശരീരങ്ങളായും തന്റെ ശുശ്രൂഷകരെ ചുരുക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു. ഒരിക്കലും ഇളകാതിരിക്കുവാൻ ഭൂമി അടിത്തറയിൽ ഉറപ്പിച്ചു. വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ടതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴങ്ങുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായി. ജലം ഭൂമിയെ മൂടാതിരിക്കുവാൻ അതിനതിന് നിശ്ചയിച്ചു. നീർച്ചാലുകളെ നദിയിലേക്ക് തിരിച്ചുവിട്ടു. അവ മലയിടുക്കിലൂടെ ഒഴുകിപ്പോകുന്നു. വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്നും കുടിക്കുന്നു. കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു. ആകാശത്തിലെ പറവകൾ അവയ്ക്ക് സമീപം കൂടുകിട്ടി. മരച്ചില്ലകളിലിരുന്ന് അവ പാട്ടുപാടി. മാളികയിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു. അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു. അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യന് ആഹാരമുണ്ടാക്കുവാൻ സസ്യങ്ങൾ കിളിർപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്വർഗീയമായ തേജസ്സിനാൽ സകല സൃഷ്ടികളെയും ആനന്ദിപ്പിക്കുന്ന കർത്താവേ, പ്രകാശത്തിന്റെ സൃഷ്ടാവും തന്റെ കരുണയാൽ ഇരുളിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നവനും അങ്ങാകുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് മഹത്വത്തോടെ ഭരിക്കുന്നു. നിത്യനായ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവ് മഹത്വത്തോടെ ഭരിക്കുന്നു. അവിടുന്ന് ശക്തിയും ബലവുമുള്ളവനായി. ഇളകാത്ത വിധം ഭൂമിയെ സൃഷ്ടിച്ചു. അതിനെ അവിടുന്ന് ഉറപ്പിച്ചു നിർത്തി. യുഗങ്ങൾക്കെല്ലാം മുമ്പ് തന്നെ അങ്ങേ സിംഹാസനം സുസ്ഥിരമാണല്ലോ.
ജനപദങ്ങളിൽ കർത്താവ് ശക്തനാണല്ലോ. അങ്ങേ നിയമങ്ങളിൽ വിശ്വാസികളാകുന്നു, വിശുദ്ധി അങ്ങേ ഭവനത്തിന് ചേർന്നതാകുന്നു. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹമനന്തമാകുന്നു, തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രകാശമായ മിശിഹായേ, നിന്നെ ഞങ്ങളെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിത്യമായ പ്രകാശവും പിതാവിന്റെ തേജസ്സുമായ മിശിഹായേ, മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങ് ലോകത്തിൽ ഉദിക്കുകയും നിത്യജീവന്റെ ആശാകരണങ്ങൾ വീശുകയും ചെയ്തു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. വിജയം മരണത്തെ ഗ്രസിച്ചു, തിരുനിഹിതങ്ങളിലെ വചസ്സുകളഞ്ഞൂരം മഹിയിൽ നിറവേറി. നമ്മുടെ പാപം നിഹരിപ്പാൻ ജീവൻ സ്വയം അവൻ അർപ്പിച്ചു. വിലിഖിതമായതുപോലവനും കല്ലറ വിട്ടിത മൂന്നാം മഹിമയോടെ ജീവൻ പ്രാപിച്ചു. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. കർത്താവെന്നിഹനാം രക്ഷകനീശോയെ നാവാൽ വാഴ്ത്തിടുവിൻ. ദൈവം കൃപയാൽ മൃതരിൽ നിന്ന് അവനുദ്ധാനം നൽകിയതായി ഉൾത്താരിങ്കിലുറപ്പോടെ വിശ്വാസം നിലനിർത്തിടുകിൽ. നാം എന്നും ജീവൻ നേടിയിടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കുന്നു. നാം മിശിഹാ കർത്താവിൽ നമ്മുടെ പ്രത്യാശ. ഭൗമിക ജീവിത സീമകളിൽ നാം അത് പരിമിതമാക്കിടുകിൽ. ഇതര ജനങ്ങളിലധികം നാം ദുസ്ഥിതിയിൽ പതിച്ചിടും. ആ നിലയോ പാരം ദയനീയം. പുലരിപ്രഭയിൽ കർത്താവേ സാമോദം നിന്ദാസരിത സൃഷ്ടിക്കകിലം രക്ഷകനാം നിൻ സ്തുതിഗീതം പാടുന്നു. സകലേശായും കൃപയാലെ ശാന്തി നിറഞ്ഞൊരു ദിനവും നീ പാപപൊറുതിയമരുളണമേ. നന്മയിലൂടെ നയിക്കണമേ. ശരണം പൊലിയാതെന്നാളും സുതരെ കാത്തരുളിയിടണമേ. ഞങ്ങൾക്കെതിരായൊരു നാളും വാതിലടക്കരുതകിലേശ. നരവും സത്യം വൈകല്യം അറിയും പാതാകണിയണമേ. അർഹത നോക്കാതെ വികലമാൻ പ്രതിസമ്മാനം നൽകണമേ. സ്നേഹവും ഐക്യവും അന്യോന്യം ശാന്തിയും ഇവിടെ വിതയ്ക്കണമേ. അജപാലനമൊരു കുറവന്നെ ഫലമേകാനിടയാക്കണമേ. ആരോഗ്യം മരണേകണമേ. രോഗികളെ സുഖമാക്കണമേ. മർത്യകളെ പാപങ്ങൾ കഴുകി വിശുദ്ധി വളരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സൃഷ്ടികളെല്ലാം അങ്ങേ ആഗമനം കാത്തിരിക്കുന്നു. സ്വർഗമാലോസ്നേഹത്ത് അങ്ങേ വിശുദ്ധരോടുകൂടി നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈശോ കർത്താവാം മിശിഹാ താതിരിൽ നിന്നു നമുക്കായി ഉദയം ചെയ്തിരുന്നീ മുല തൻ പ്രഭ നമ്മെ അണിയിച്ചു. ശോഭനമാം പകലവനെ ഇരുളിൻ ശക്തിയൊളിച്ചോടി. ഇരുളല മൂടിയ നേത്രങ്ങൾ ദിവ്യപ്രഭ തന്നൊളി കണ്ടു. മിശിഹാ
സുതനുമകൾ സ്തുതി പാടിടുവിൻ. പെട്ടെന്നവനുടെ ദിനവലയം കാത്തു വസിച്ച വിശുദ്ധന്മാർ തിരികൾ തെളിച്ചതിമോദമോടെ നിരചേർന്നവനെ എതിരേൽക്കും. സജ്ജനതരിതം മഹിമാവിൻ ദൂതഗണങ്ങളെ സാമോദം വിജയ കിരീടം അവർക്കേകും. അഖിലരും ഒന്നായി സ്തുതി പാടും. സ്വർഗം മാനവനേകിടുവാൻ നിത്യാനന്ദം നൽകിടുവാൻ വന്ദനയും നരരക്ഷകനെ വാഴ്ത്തിപ്പാടാം സോദരരെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നാമം പരിശുദ്ധമാകുന്നു, അങ്ങേ ആലയം പരിശുദ്ധമാകുന്നു, അങ്ങേ ആരാധിക്കുന്ന സ്വർഗവാസികൾ പരിശുദ്ധരാകുന്നു. ഞങ്ങളുടെ ഹൃദയമാകുന്ന ദൈവാലയത്തെ അങ്ങ് പവിത്രീകരിക്കണമേ. ഞങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ. സകലവും വിശദീകരിക്കുന്ന ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, കാരുണ്യപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. സ്നേഹം നിറഞ്ഞ അങ്ങേ പരിപാലന തണലിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങേ മഹത്വമുള്ള ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വീഴ്ചയും മാറിയ ഔസേപ്പിന്റെയും വിശ്വസനികന്മാരെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്രീവായുടെയും വർഗീസിന്റെയും മറ്റു പല സാക്ഷികളുടെയും മൽപ്പാന്മാരുടെയും മറ്റ് സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവൻ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിനും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. ദൈവത്തിന് സ്തുതിയും മാലാഖമാർക്ക് വണക്കവും സാത്താനു ലജ്ജയും ശ്രീവായ്ക്ക് വന്ദനവും തിരുസഭയ്ക്ക് മഹത്വവും മരിച്ചവർക്ക് ഉയർപ്പും അനതാപികൾക്ക് ഹൃദയം തടവുകാർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ലോകത്തിന് ശാശ്വതമായ സമാധാനവും കൈവരട്ടെ. പാപികളും ബലഹീനരുമായ ഞങ്ങൾക്കും ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്കും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ലഭിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സർവീശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവീശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും
സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനു വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര ബലി ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും സൈന്യങ്ങൾ തൻ അധിനാഥൻ നമ്മോടൊത്തു വസിക്കുന്നു. യാക്കോബിൻ ബലവാം ദൈവം ഓർക്കുകിൽ നമ്മുടെ അവലംബം. ദൈവസ്തുതികൾ പാടിടുവിൻ, സ്തോത്രം ചെയ്തു പുകഴ്ത്തിടുവിൻ, കീർത്തനഗീതം മേറ്റിടുവിൻ, നമ്മുടെ രാജാവനല്ലോ. കർത്താവുന്നതനാകുന്നു, സ്തുത്യർഹൻ നിജ നഗരത്തിൽ. ഉന്നതനവനുടെ പുണ്യഗിരി, മണ്ണിനു ജീവൻ സാഘോഷം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ
സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നിങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. അങ്ങയ്ക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതലേ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ഞങ്ങളുടെ ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരുമാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനൻ ബലവാനേ, പരിപാവനനാം അമർത്തിനി നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദി മുതലേ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനൻ ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരകനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, യശയ്യാപ്രവാചകന്റെ നിന്നുള്ള വായന. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. ഞാൻ രക്ഷ നൽകാൻ പോകുന്നു, എൻ്റെ നീതി വെളിപ്പെടും. ഇവ പാലിക്കുന്നവൻ, ഇവ മുറുകെ പിടിക്കുന്ന മർത്യൻ, സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. കർത്താവ് തന്റെ ജനത്തിൽ നിന്നും എന്നെ തീർച്ചയായും അകറ്റി നിർത്തും എന്ന് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ, ഞാൻ വെറുമൊരു ഉണക്കവൃക്ഷമാണെന്ന് ഷണ്ടനോ പറയാതിരിക്കട്ടെ. കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രിപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്. എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹന ബലികളും മറ്റ് ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. സഹോദരരെ, നിങ്ങൾ ശ്രുതിയോടെ കേൾക്കുവിൻ. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ള വായന. നിയമോപദേഷ്ടാവും സകല ജനത്തിനും ആദരണീയമായ ഗമാലിയേൽ എന്ന ഫരിസേയൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് ആ മനുഷ്യരെ കുറച്ചു സമയത്തേക്ക് പുറത്തു നിർത്തുവാൻ നിർദ്ദേശിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിലെ ഈ മനുഷ്യരോട് നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നുവെന്നത് സൂക്ഷിച്ചു വേണം. എന്തെന്നാൽ ഈ നാളുകൾക്ക് മുൻപ് താൻ ആരോ ആണെന്ന് പറഞ്ഞ് ദേവുദാസ് രംഗപ്രവേശം ചെയ്തു. ഏകദേശം 400 പേർ അവന്റെ കൂടെ ചേർന്നു. എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവനെ അനുസരിച്ചിരുന്നവരൊക്കെയും ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു. അനന്തരം കാനേശുമാരിയുടെ കാലത്ത് ഗലീലയക്കാരനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറെ പേരെ വഴിതെറ്റിച്ച് തന്റെ പിന്നാലെയാക്കി. അവനും നശിച്ചുപോയി. അവനെ അനുസരിച്ചിരുന്നവരൊക്കെയും ചിതറിപ്പോവുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ തനിയെ ഇട്ടേക്കുക. കാരണം ഈ പദ്ധതിയും ഈ പ്രവർത്തനവും മനുഷ്യരിൽ നിന്നാണെങ്കിൽ അത് താനേ നശിക്കും. മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങളെ കാണുകയും ചെയ്യും. അവർ അവനെ അനുസരിച്ചു. അവർ സ്ലീഹന്മാരെ വിളിച്ചു വരുത്തി പ്രഹരിച്ച ശേഷം ഈശോയുടെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് വിട്ടയച്ചു. അവരാകട്ടെ ഈശോയുടെ നാമത്തെ പ്രതി അപമാനിതരാകാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി. എല്ലാ ദിവസവും ദേവാലയത്തിലും
ഭവനം തോറും ഈശോയാണ് മിശിഹ എന്ന് പഠിപ്പിക്കുന്നതിലും സുവിശേഷം അറിയിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. ദൈവമായ കർത്താവിനെ സ്തുതി. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തന്മഹിമാവല്ലോ വാനിലും കോഴിയിലും തിങ്ങി വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിൻ സുതനും റൂഹായും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, പൗലോസ്ലീഹ എഫേസ്യസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവെ ആശീർവദിക്കുന്നു. മിശിഹാവിന്റെ വിശുദ്ധമായ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ. നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രവിക്കുന്ന ഏവർക്കും അവിടുന്ന് തന്റെ കൃപാതിരേകത്താൽ നിന്നെ നിർമ്മലതർപ്പണമാക്കുകയും ചെയ്യട്ടെ. സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും മിശിഹായി നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. കാരണം തന്റെ മുൻപാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അവിടുത്തെ തിരുമനസ്സിന്റെ പ്രീതി അനുസരിച്ച് യേശുമിശിഹ വഴി തനിക്ക് വേണ്ടി നമ്മെ ദത്തുപുത്ര സ്ഥാനത്തേക്ക് അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. ഇത് തന്റെ പ്രിയപ്പെട്ടവരിലൂടെ നമ്മിൽ ചൊരിഞ്ഞ അവിടുത്തെ മഹത്വപൂർണമായ കൃപയുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ്. അവനിൽ അവിടുത്തെ കൃപയുടെ സമ്പന്നതയ്ക്കൊത്ത് അവന്റെ രക്തം വഴിയുള്ള വീണ്ടെടുപ്പ്, അപരാധങ്ങളുടെ മോചനം നമുക്കുണ്ട്. ഇത് അവിടുന്ന് സമ്പൂർണ്ണ ജ്ഞാനത്താലും വിവേകത്താലും നമ്മിലേക്ക് വർഷിച്ചിരിക്കുന്നു.
അവിടുന്ന് തന്റെ പ്രീതി അനുസരിച്ച് അവൻ നിശ്ചയിച്ചു നൽകിയ തിരുമനസ്സിന്റെ രഹസ്യം നമുക്ക് വ്യക്തമാക്കി തന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സമസ്തവും മിശിഹായും സമയത്തിന്റെ പൂർണ്ണതയിൽ ഏകീഭവിക്കുന്ന പദ്ധതി തന്റെ തിരുമനസ്സിന്റെ തീരുമാനപ്രകാരം എല്ലാം നിറവേറ്റുന്ന അവിടുത്തെ പദ്ധതി അനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരായി ഞങ്ങൾ അവനിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത് മിശിഹായിൽ മുമ്പേ പ്രത്യാശ അർപ്പിച്ച ഞങ്ങൾ അവന്റെ മഹത്വപൂർണമായ പുകഴ്ചയ്ക്ക് വേണ്ടി ആയിരിക്കുന്നതിനാണ്. അവനിൽ നിങ്ങളും സത്യത്തിന്റെ വചനമായ നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം കേട്ട് അവനിൽ വിശ്വസിച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രിതമാക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി വീണ്ടെടുപ്പ് സ്വന്തമാക്കാനുള്ള നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹൃദയത്തിൽ നല്ലൊരു സന്ദേശം പൂക്കുന്നു, പൂക്കൾ വിടരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കീർത്തനഗീതികൾ ഉയരുന്നു, കേൾക്കുന്നു മന്നവൻ സന്നിധിയിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നോട് നാവിലും ധന്യതയാ കവിയുടെ ഭാവങ്ങൾ പകരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമാ പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. ഈശോ പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവിനുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. കൃത്യമായി എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ ഈ പ്രവർത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട്
ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയില് ഏറെ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ ഭവനങ്ങളിലിരുന്ന് നമ്മുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഒത്തിരിയേറെ ദൈവിക സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും ഒക്കെ നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഈ കാലഘട്ടത്തിന് ആവശ്യകതയുള്ള ഒരു വചനഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലെ ആദ്യ ഭാഗം തന്നെ അസ്വസ്ഥമാകേണ്ട എന്നുള്ള വാക്യമാണല്ലോ. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. അസ്വസ്ഥതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഈശോയുടെ ഈ വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ഒത്തിരിയേറെ ആശ്വാസം പകരും എന്നുള്ളത് സത്യമല്ലേ? ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യവും അത് തന്നെയാണ്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അസ്വസ്ഥതയ്ക്ക് കാരണങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൻ്റെ നടുവിലാണ് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ അസ്വസ്ഥമാകേണ്ട എന്ന്. അതുകൊണ്ട് നമ്മുടെ ഈ വചനചിന്തകരുടെ ആദ്യ ഭാഗം നമ്മുടെ മനസ്സിനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരു നിമിഷം ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അസ്വസ്ഥതയുടെ കാരണങ്ങൾ എന്തു തന്നെ ആയാലും അത് ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച്, ഈശോയെ, ഈ അസ്വസ്ഥതയുടെ നടുവിൽ എൻ്റെ ഹൃദയത്തെ ഇപ്പോൾ അസ്വസ്ഥമാക്കുന്ന ഈ ചിന്തകളുടെ നടുവിൽ അവിടുന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാനും ഹൃദയത്തിൽ സാംശീകരിക്കുവാനുമുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിന്റെ ചിന്തകളിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം. ഈശോ യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിലാണ് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നത്. അത് പറയുവാൻ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം 13-ാമത്തെ അധ്യായത്തില് പറയുന്നുണ്ട്. 13-ാമത്തെ അധ്യായത്തില് ഈശോയുടെ പാദക്ഷാളനത്തിന് ശേഷം, പാപിനിയായ സ്ത്രീയുടെ പാദക്ഷാളനത്തിന് ശേഷം തുടർന്ന് വരുന്ന ഭാഗങ്ങള് ഈശോ യൂദാസിനാല് ഒറ്റിക്കൊടുക്കപ്പെടുകയും തുടർന്ന് ഈശോ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങള് തന്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇപ്രകാരം അസ്വസ്ഥതയുടെ നടുവില് തന്റെ ശിഷ്യന്മാരെ താൻ സഹിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന മിശിഹ പുറത്തെ പല കാര്യങ്ങളെ കുറിച്ചും ആകുലചിത്തനാകുന്നു എങ്കിൽ തന്നെയും തന്റെ ശിഷ്യന്മാര് ഇതെല്ലാം കേട്ടപ്പോൾ ആകുലചിത്തരാകുന്നു എന്നുള്ളത് ഈശോയ്ക്ക് അറിയാവുന്ന കാര്യമാണ്.
പുറത്തു നടക്കുന്ന സംഭവങ്ങള് എല്ലാത്തിനെക്കുറിച്ചും വ്യഗ്രചിത്തരായി മനസ്സ് മുഴുവനും ഭയപ്പാടോടുകൂടി കടന്നു പോകുന്ന ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന്. ഒരുപക്ഷെ ഈശോ ശിഷ്യന്മാരെ നിങ്ങൾ അസ്വസ്ഥരാകേണ്ട എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ഈശോയുടെ മനസ്സ് ശാന്തമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. താൻ സ്വീകരിക്കാൻ പോകുന്ന പീഡാസഹനങ്ങളെ കുറിച്ചും തന്റെ കൂടെ നടക്കുന്ന അരുമശിഷ്യനായ പത്രോസ് തന്നെ ഉപേക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടും തന്റെ ശിഷ്യനായ യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കും എന്നുമൊക്കെ വിചാരിച്ചിട്ടും ഈശോ തന്റെ സഹനങ്ങളെ കുറിച്ചുള്ള ഓരോ ഘട്ടങ്ങളെ കുറിച്ച് മനസ്സുകളിൽ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ഈശോ അസ്വസ്ഥനാകാതെ വളരെ ശാന്തനായി തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന്. ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്നാഴത്തിൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. പുറത്ത് എത്രമാത്രം അസ്വസ്ഥതയ്ക്ക് കാരണങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും ഈശോ ആ അസ്വസ്ഥതകളുടെ കാരണങ്ങളെ കുറിച്ചൊന്നും മനസ്സിലേക്ക്, തൻ്റെ ഹൃദയത്തിന്റെ വ്യതകളിലേക്ക് അതിനെ കടത്തിവിടുന്നില്ല. മറിച്ച് തന്റെ പരിധിയിൽപ്പെടാത്ത കാര്യങ്ങളെയെല്ലാം ഈശോ അപ്രകാരം തന്നെ മാറ്റിവെക്കുകയാണ്. എന്നിട്ട് സ്വന്തം മനസ്സിനോട് പറയുകയാണ്, മനസ്സേ നീ ശാന്തമാകുക എന്ന്. ആ മനസ്സിന്റെ ശാന്തതയാണ് തന്റെ ശിഷ്യന്മാർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് ഈ വാക്കുകളിലൂടെ ഈശോ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠം മനസ്സിനെ ശാന്തമാക്കുവാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തകളെയും നമ്മുടെ കാതുകളെയും നമ്മുടെ കണ്ണുകളെയും ഒക്കെ തിരിക്കുമ്പോൾ അസ്വസ്ഥതയ്ക്ക് കാരണങ്ങൾ ഒത്തിരിയുണ്ട് എന്ന് നമുക്കറിയാം. മാധ്യമങ്ങളിലൂടെ, നവമാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മുടെ കണ്ണുകളിലും കാതുകളിലും ഒക്കെ കടന്നു വരുന്ന കാര്യങ്ങൾ അസ്വസ്ഥതകൾക്ക് ഒത്തിരിയേറെ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. അത് ലോകത്തിൽ നടക്കുന്ന സത്യങ്ങളാണ് എങ്കിൽ തന്നെയും അതിനെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ അസ്വസ്ഥമാവുകയാണ്. പക്ഷേ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വലിയ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. നമ്മുടെ പരിമിതികൾക്ക് അപ്പുറത്ത് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ വൈറസ് രോഗം എന്ന് പറയുന്നത് നമ്മുടെ പരിമിതികൾക്ക് അപ്പുറമാണ് എന്ന് ലോകം തന്നെ കുറിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെതിരെ മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എങ്കിൽ തന്നെയും അതിനെക്കുറിച്ച് കൂടുതൽ ആകുലചിത്തരാകണ്ട എന്നാണ് ഈശോ നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ പരിധിയിൽ പെടാത്ത കാര്യങ്ങളെ കുറിച്ച്, നമ്മുടെ കൺട്രോളിൽ പെടാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ അസ്വസ്ഥരാകേണ്ട എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ പരിമിതികൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ അസ്വസ്ഥരാകുന്നത്. പക്ഷെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശാന്തമാക്കുവാനായിട്ട് പഠിക്കുക, ഈശോയിൽ വിശ്വസിക്കുക. അവൻ നല്ലത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നൽകുകയുള്ളൂ, നല്ലത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അവൻ തന്റെ പദ്ധതി അനുസരിച്ച് നടപ്പിലാക്കൂ എന്നുള്ള ഒരു മനസ്സിന്റെ ശാന്തതയിലേക്ക് കടന്നു വരുവാനായിട്ട് ഈശോ ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ പഠിക്കുമ്പോഴാണ്, ഇപ്രകാരം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഒരു ശാന്തത നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകേണ്ട, ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ദൈവത്തിൽ വിശ്വസിക്കുക.
ദൈവത്തിൽ വിശ്വസിക്കുക. ആ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ശാന്തതയോടുകൂടി വ്യാപരിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ശാന്തതയോടുകൂടി നമുക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഒത്തിരിയേറെ വ്യഗ്രചിത്തരായിട്ട് നമ്മുടെ മനസ്സിൽ ഒന്നും നമുക്ക് നേടുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. മുൻ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ ഈ വൈറസ് രോഗത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. നമ്മൾ ഭവനങ്ങളിൽ തന്നെ ആയിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് ആരോഗ്യ വിദഗ്ധരും ഗവൺമെന്റും ഒക്കെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യണം. അതൊക്കെ നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് സത്യം. മറിച്ച് നമ്മുടെ ആത്മാവിന്റെ കാര്യങ്ങള്, മനസ്സിന്റെ കാര്യങ്ങള് നമ്മുടെ കൈകളിലാണ് നിയന്ത്രിതമായിട്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിനെ എപ്രകാരം ശാന്തതയോടെ വ്യാപരിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമ്മുടെ കാര്യമാണ്. നമ്മുടെ മനസ്സിനെ ശാന്തതയോടുകൂടി ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കാര്യമാണ്. നമ്മുടെ കുടുംബത്തില് ഈ കാലഘട്ടങ്ങളിൽ ഒരു ശാന്തതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. നമ്മുടെ ജീവിത പങ്കാളിയെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും സ്നേഹിക്കുക, അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. അവരോട് ശാന്തതയോടുകൂടി സംസാരിക്കുക, പെരുമാറുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. അവരെ സ്നേഹിക്കുക, അവരെ കെയർ ചെയ്യുക, അവരെ സംരക്ഷിക്കുക, അവരോട് കരുണയോടുകൂടി പെരുമാറുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ആ താല്പര്യമനുസരിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായുള്ള രീതിയിൽ ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കും. ഈശോ പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക, ഈശോയിൽ വിശ്വസിക്കുക, അവന്റെ വചനങ്ങളിൽ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങൾക്ക് ശാന്തതയോടുകൂടി വ്യാപരിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള സത്യമാണ്. ഈ ശാന്തത നമുക്ക് അനുഭവിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ ഈശോയുടെ ഈ വചനങ്ങൾ കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. നമ്മൾ എപ്പോഴോ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ദൈവമേ, ഞങ്ങളുടെ പരിമിതിയിൽ പെടാത്ത കാര്യങ്ങളെ കുറിച്ച് അസ്വസ്ഥരാകാതിരിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പരിമിതിയിൽ പെടുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നീ നൽകണമേ. അതോടൊപ്പം ഇവ തമ്മിൽ വേർതിരിച്ചെടുക്കുവാനായിട്ടുള്ള വിവേകവും ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ പരിമിതിയിൽ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ആ പരിമിതിയിൽപ്പെട്ട കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തേണ്ട ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ആ നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാനും ഉള്ള ദൈവകൃപ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഒപ്പം നമ്മുടെ പരിമിതിയിൽ പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. നമ്മുടെ പരിമിതിയിൽ പെടാത്ത കാര്യങ്ങളെ വിവേകത്തോടുകൂടി മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് സാധിക്കട്ടെ. നമ്മളിൽ ഈ പരിമിതിയിൽ പെടാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ മാറ്റി നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവ മാറ്റി നിർത്തപ്പെടുവാനായിട്ടുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഇവകൾ തമ്മിലുള്ള തിരിച്ചറിയുവാനായിട്ടുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ദൈവതിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ മനസ്സുകളെ ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ ശാന്തമാക്കുവാനായിട്ടുള്ള അഭിഷേകം ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളുടെ മനസ്സ് പലവിധ കാരണങ്ങളാൽ അസ്വസ്ഥതകളാണ്. പുറത്തുള്ള പല കാര്യങ്ങളുമാണ് അതിന് കാരണങ്ങളെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈശോയെ, പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് അധികം ആകുലചിത്തനാകാതെ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ
എൻ്റെ മനസ്സിനെ കുറിച്ചും എൻ്റെ ആത്മാവിനെ കുറിച്ചും ഞാൻ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനമുണ്ടല്ലോ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്താണ് പ്രയോജനം? ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ വ്യഗ്രചിത്തരാകുമ്പോൾ നമ്മുടെ മനസ്സിനെ കുറിച്ച് മാത്രം നമ്മൾ വ്യഗ്രചിത്തരാകാതിരിക്കുന്നതും, ലോകത്തിലുള്ള എല്ലാ കുറവുകളെ കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ മനസാക്ഷിയിലുള്ള, നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ കുറിച്ച് മാത്രം നമ്മൾ ആകുലചിത്തരാകാതിരിക്കുന്നതുമല്ലേ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള കുറവുകളെ, നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ, നമ്മുടെ ശരീരത്തിലുള്ള ബലഹീനതകളെ, നമ്മുടെ സ്വഭാവത്തിലുള്ള കുറവുകളെ എല്ലാം തിരിച്ചറിയുവാനും ഈ തിരിച്ചറിവിലൂടെ നമുക്ക് അവയെല്ലാം മാറ്റം ചെയ്യുവാനും, നമ്മുടെ മനസ്സുകൾക്ക് അസ്വസ്ഥതകൾ പകരുന്ന കാരണങ്ങൾ എന്തായാലും അതിനെ തിരിച്ചറിയുവാനും ദൈവത്തിരുസന്നിധിയിൽ ഈ വചനചിന്തകള് നമുക്ക് സഹായകരമാകട്ടെ. ഈശോയിൽ നമുക്ക് വിശ്വസിക്കാം, ഈശോയിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. കാരണം ഈശോയിൽ പിതാവിൽ നിന്നുമാണ് നമ്മൾ വരുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഈശോ അത് തന്നെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൽ നിന്നും ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, ഞാൻ തിരിച്ചു ചെല്ലേണ്ടതും പിതാവിൻ്റെ അരികിലേക്കാണ്. അതുകൊണ്ട് ഈ ലോകം എന്ന് പറയുന്നത് എനിക്ക് താൽക്കാലികമായിട്ട് വസിക്കുവാനായിട്ടുള്ള ഒരിടം മാത്രമാണ്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് തന്റെ മനസ്സിനെ ശാന്തമാക്കുവാനായിട്ട് സാധിച്ചത്. ഈശോയുടെ ഈ വികാരങ്ങൾ നമ്മൾ മനുഷ്യരാണെങ്കിലും നമുക്ക് അടർത്തിയെടുക്കുവാനായിട്ട് സാധിക്കണം. ഈശോയിൽ നിന്നും ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതാണ്, സ്വർഗത്തിൽ നിന്നും പിതാവിന്റെ അരികിൽ നിന്നും എനിക്ക് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. ഈ കാലഘട്ടങ്ങളിലൂടെ ഇതെല്ലാം കണ്ട് കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകി. ഈ ലോക ജീവിതത്തിന്റെ അപ്പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട് എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ. ഞാൻ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സിയോന്റെ സഞ്ചാരിയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഓളങ്ങൾ കണ്ട് ഞാൻ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ പിതാവിന്റെ സ്ഥലത്ത് അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്നാണല്ലോ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ പിതാവിൽ നിന്നും വരുന്നു, പിതാവിന്റെ പക്കൽ സ്ഥലം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈശോ അവിടെ പിതാവിന്റെ അരികിൽ സ്ഥലം ഒരുക്കിക്കൊണ്ട് നമ്മളെയും കാത്തവിടെ ഇരിക്കുകയാണ്. ഈ ലോക ജീവിതത്തില് ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം നമ്മൾ ജീവിച്ച് പിതാവിന്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ലോക ജീവിതം നിലനിൽക്കുന്ന ഒരു ജീവിതമല്ല എനിക്കുള്ളത്. ഈ ലോക ജീവിതത്തിന് അപ്പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട്. ആ പിതാവിന്റെ അരികില് ഉള്ള ഒരു സ്വർഗീയ സൗഭാഗ്യം എനിക്ക് അനുഭവിക്കണമെങ്കിൽ ഈ ലോക ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ആ ലോക ജീവിതത്തിന് വേണ്ടിയിട്ട്, പിതാവിനോടത്തുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തെയും എൻ്റെ ശരീരത്തെയും ഒക്കെ ഒരുക്കപ്പെടേണ്ട നാളുകളാണ് ഈ ലോക ജീവിതത്തിലെ നാളുകൾ എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് പലപ്പോഴും പറയും, മനുഷ്യനെ ഈ മയക്കുന്ന ഒരു മരുന്നാണ് ഈ വിശ്വാസവും ഈ ജീവിതവും എന്നൊക്കെ ചിലർ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ മയക്കുന്ന കറുപ്പാണ് ഈ മതം എന്നൊക്കെ പറയുന്ന പല നേതാക്കന്മാരെയും നമുക്ക് ഈ കഴിഞ്ഞ ലോകത്തിന്റെ ചരിത്രങ്ങളിലെ ഏടുകളിൽ മറച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ സത്യമെന്ന് പറയുന്നത്, വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വചനത്തിൽ പറഞ്ഞതൊക്കെയും നമ്മുടെ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിലൂടെ അന്വർത്ഥമായി കൊണ്ടിരിക്കുന്ന സത്യങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഒരാവശ്യം വരുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുമെന്നുള്ള സത്യം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞവരല്ലേ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഈശോ തന്റെ വാക്കുകളിൽ വിശ്വസ്തനാണ് എന്നുള്ളത് നമുക്കറിയാം. ലോകത്തിൽ നിങ്ങൾക്ക് യാതനകൾ ഉണ്ടാകും,
പക്ഷേ ലോക അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഈശോയുടെ വാക്കുകളുടെ സത്യം. ലോക അവസാനം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ അന്ത്യത്തെ ലോകാവസാനമാക്കി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം എത്ര കാലത്തോളം ഈ ഭൂമിയെ നിലനിർത്തുവാനായിട്ട് ദൈവം അനുവദിക്കുന്നുവോ അത്രയും കാലത്തോളം ദൈവം ഈ ഭൂമിയെ ലോകത്തിലായിരിക്കുവാനായിട്ട് അനുവദിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതത്തില് ഏറിയാല് സങ്കീർത്തകൻ പറയുന്നത് പോലെ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലങ്ങള് നമ്മുടെ ഈ ലോക ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകം വിരചിതമായിട്ടുള്ളതാണ് ദൈവത്തിന്റെ തിരുസന്നിധിയില്, ദൈവിക പദ്ധതിയില്. ഇനിയും ഈ ലോകം എത്രമാത്രം നീളുമെന്ന് ദൈവത്തിന്റെ പദ്ധതിക്ക് മാത്രമേ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇനിയും വാസസ്ഥലങ്ങളുണ്ട് ദൈവപിതാവിന്റെ സന്നിധിയിൽ എന്ന് പറയപ്പെടുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഉള്ള വാസസ്ഥലങ്ങൾ അവിടെ സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് ആ വാസസ്ഥലത്തേക്ക് പോകുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കപ്പെടേണ്ട നാളുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് എന്നുള്ള ചിന്തകൾ മാത്രം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് കുറിച്ചിടുവാൻ സാധിക്കട്ടെ. ഈ ചിന്തകള് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുമ്പോൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവത്തിരുസന്നിധിയില് സംപ്രീതിയുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിനും മനുഷ്യർക്കും സംപ്രീതനായിട്ട് ജീവിക്കുക, അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ ഈ കാലഘട്ടങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു ദൈവ നിയോഗമായിട്ട് അതിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ. നീ ഈ കൊറോണ വൈറസിന്റെ ഈ ലോക്ക്ഡൌൺ പീരീഡിലൂടെ കടന്നു പോകപ്പെടേണ്ട ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയായിട്ട് അതിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ. ദൈവിക പദ്ധതിയോട് സഹകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന്റെ കൃപകൾക്ക് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളിലുള്ള കുറവുകളെ മാറ്റം ചെയ്യുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. മാറ്റപ്പെടാൻ പറ്റാത്ത ചില കുറവുകളെ ദൈവമേ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് നീ നൽകണമേ. ഒപ്പം ഇവ തമ്മിൽ തിരിച്ചറിയുവാനായിട്ടുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കുറവുകളെയും നമ്മുടെ നന്മകളെയും തിരിച്ചറിയുന്ന ദൈവം, നമ്മുടെ ആകുലതകളെയും നമ്മുടെ അസ്വസ്ഥതകളെയും തിരിച്ചറിയുന്ന ദൈവം, നമ്മുടെ കുടുംബത്തിന്റെ കുറവുകളെയും കുടുംബത്തിന്റെ വേദനകളെയും തിരിച്ചറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെയും കുടുംബത്തിന്റെ ഭാരങ്ങളെയും തിരിച്ചറിയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ സർവശക്തനാണ്, അവനിൽ ആശ്രയിക്കുക. അവൻ നമുക്ക് എല്ലാം നന്മയ്ക്കായി ക്രമപ്പെടുത്തി തരും. ഈ വിശുദ്ധ കുർബാനയിൽ ഈ ചിന്തകളോട് ചേർന്ന് ദൈവമേ, അവിടുത്തെ പരിപാലനയുടെ വൈഭവം തിരിച്ചറിയുവാൻ എന്റെ ഹൃദയത്തെ ഒരുക്കണമേ, ഹൃദയത്തെ തുറക്കണമേ. ഈ വിശുദ്ധ കുർബാനയിലൂടെ അവിടുത്തെ ശക്തി തിരിച്ചറിയുവാൻ എനിക്ക് കൃപ നൽകണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായേ, നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുത്ഥാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിന് ജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജപാലകന്മാരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അവർണ്ണനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയോ ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യൗസേപ്പ് മെത്രാപ്പൊലീത്തായും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം കാത്തു പരിപാലിക്കണമെന്നും അധികാരികളെയും ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായും ഇല്ലാതാക്കി ലോകത്തെ രക്ഷിക്കാൻ കൃപയുണ്ടാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണത്തിന്റെ താഴ്വരയിൽ കൂടിയാണ് നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അങ്ങയിൽ ആശ്രയിക്കുവാനും അനുതാപത്തോടും പ്രായശ്ചിത്തത്തോടും കൂടെ മാനസാന്തര വഴികളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങളെ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായേ, നിന്റെ സഭയിൽ സദാ സന്നിഹിതനായി നവജീവൻ കൊണ്ടതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുദ്ധാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ ബലിജീവിതത്തിൽ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാനിടയാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേ. കർത്താവേ, സുന്ദരനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്തായി യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവമേ.
വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കുരിശിലെ മരണത്താൽ രക്ഷ പകർന്നവനാ മിശിഹാനാഥാനിൻ ഉദ്ധാരത്താൽ മൃതരെല്ലാം ജീവൻ നേടും ഒരുപോലെ സ്വന്തം തനയൻ രക്ഷിക്കത്താനാ പാരിലയച്ചോ നീ തിരുനാമം വാഴ്ത്താൻ അനുവേലം. സാധനം അതുപോലാത്മജനം ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോർത്തിടാം. പാവനമീ ബലിയിൽ ആദിയിലെ പോൽ എന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേഷിതരേ ഏകജസ്നേഹിതരേ ശാന്തിയിലെ വെച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ. ആമേൻ ആമേൻ. മാർത്തോമായെയും നിന്നസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്ന് നീക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനും നീക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവും ത്രിത്വത്തെ മൂടാൻ നിത്യം വാഴ്ത്തിയിടാം. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ നാം സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടെ നിന്നുവഴിയും പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ നാം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകളെ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടെ നാം സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന് പുറപ്പെടുന്ന
പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിനും നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമീൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോൾ എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരനെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങളിൽ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിലെ സമാധാനമുണ്ടാകുവാൻ വത്സരത്തിലെ വിധകാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണ്ണമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്നു ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതനയർക്ക് വേണ്ടിയും ഇപ്പോൾ തിരുമുൻപിൽ നിൽക്കുന്നു അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും, പ്രത്യേകിച്ച് കൊറോണ വൈറസ് രോഗം മൂലം വിഷമിക്കുന്നു എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും, ഈ രോഗത്തിൽ നിന്നും പൂർണ്ണ വിമുക്തി നേടുന്നതിന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമീൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുന്നു. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്നും ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകളെ താഴ്ത്തി വിചാരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാ
ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രമന്മാരോടും ശ്രപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് ഞങ്ങളും ആരാധന ഒന്നായി തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും മിണ്ണും നിറയുന്നു, മന്നവനവരുടെ മഹിമകളാ. മണ്ണും മിണ്ണും നിറയുന്നു, മന്നവനവരുടെ മഹിമകളാ. ഉന്നത വീഥി ഓശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ, വീണ്ടും വരുവോനും ധന്യം. ഉന്നത വീഥിയിലോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു,
ഇത് പാപമോചനത്തിനായ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ദാസരിതായപ്പോൾ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ എന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാധാരണം സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും അനധ്യക്ഷനുമായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സന്യസ്തരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തു നിൽക്കുന്ന ഈ ആരാധനാ സമൂഹത്തിനു വേണ്ടിയും ആത്മീയവും ഭൗതികവുമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ദൈവമേ, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കൃപാന അവിടുന്ന് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാദരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവന്നനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അങ്ങ് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയെ അയച്ചുവെന്നും എല്ലാവരും അറിയട്ടെ.
ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, ബന്ധകന്മാർ, വേദപാരകന്മാർ, മന്ത്രന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും ശുദ്ധമാമുദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി സ്വാമിയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങളെ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നിന്റെ ദാസന്റെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. നമ്മുടെ വിഷയത്തിന് മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും സംരക്ഷണവും പുലർത്തേണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. സാംക്രമിക രോഗങ്ങൾ ഒഴിവാക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവരെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകളെ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകളെ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകരീശോദം ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. സ്വർഗത്തിലെ നിന്നാഗതമായി ജീവൻ നൽകിയ അപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളുവോ. എന്നിൽ നിത്യം ജീവിക്കും.
മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞു നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിലെ പങ്കുകൊള്ളാം. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഈ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം അവിടുന്ന് ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ, സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടൊന്ന് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ അവിടുന്ന് പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നുപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്നുള്ള വെച്ചവരാ വിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, നിൻ മാംസദിനങ്ങൾ കൈക്കൊണ്ടവർ മർത്യർക്കെല്ലാം സ്വർലോകത്തിലെ വാനവരൊപ്പം പാടി നമിക്കാൻ വരമേകണമേ. നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വം ശിഹായുടെ കൃപാവരം എപ്പോഴും നീക്കുമാമേ. കർത്താവിനെ ആരാധിക്കുന്ന
എന്റെ ഈശോയെ, ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമീൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ പരിശുദ്ധ ശരീരവും പാനം ചെയ്ത ദുരിതവും ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വർദ്ധിക്കും പാവങ്ങളുടെ മോചനത്തിന് നിന്റെ സന്നദ്ധയിൽ സന്ദർശിക്കുന്ന നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ സ്നേഹം തുളുമ്പിടുന്ന നാഥ അനിഞ്ഞു നോവിൽ ജീവൻ ചോരിങ്ങിടമേ. ദേവാലയത്തിൽ ദിവ്യ കർമ്മങ്ങൾ കണ്ട കണ്ണുകൾ, ദേവാലയത്തിൽ ദിവ്യ കർമ്മങ്ങൾ കണ്ട കണ്ണുകൾ, ലോകാവസാന നാൾ ആകാശമാരിൽ നിന്റെ ആരമ്യ കാന്തി കാണണം. ലോകാവസാന നാളിൽ ആകാശമാരിൽ നിന്റെ ആരമ്യ കാന്തി കാണണം. നിന്ദിവ്യ കീർത്തനങ്ങൾ പാടി തെളിഞ്ഞ നാവുകൾ, നിന്ദിവ്യ കീർത്തനങ്ങൾ പാടി തെളിഞ്ഞ നാവുകൾ, എന്നെന്നും ഉന്നതത്തിൽ മാലാഖമാരോ നിൻഗാനമാലപിക്കണം. എന്നെന്നും ഉന്നതത്തിൽ മാലാഖമാരോ നിൻഗാനം ആലപിക്കണം. നിൻ ദിവ്യ കീർത്തനങ്ങളെ കേട്ടു നന്ന കാതുകൾ, നിൻ ദിവ്യ കീർത്തനങ്ങളെ കേട്ടു നന്ന കാതുകൾ, ജീവന്റെ നാട്ടിലേക്കു നാഥൻ വിളിച്ചിടുന്ന നാദം തെളിഞ്ഞു കേൾക്കണം. ജീവന്റെ നാട്ടിലേക്കു നാഥൻ വിളിച്ചിടുന്ന നാദം തെളിഞ്ഞു കേൾക്കണം. ദേവാലയത്തിനുള്ളിലൂന്നി പതിഞ്ഞ കാലുകൾ, ദേവാലയ
സ്വർഗരാജ്യത്തു സഞ്ചരിക്കണം. വിണ്ണിലെ കൊതിച്ചുയർന്നു കണ്ണഞ്ചിടും സ്വർഗരാജ്യത്തു സഞ്ചരിക്കണം. മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ സ്നേഹം തുളുമ്പിടും നാഥ കനിഞ്ഞ ജീവൻ ചോരിഞ്ഞിടണമേ, ജീവൻ ചോരിഞ്ഞിടണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവീയവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനിയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾ ഇടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായി കൃപാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി ദുരിരക്തത്താൽ രക്ഷിക്കപ്പെട്ട സമയം ഞങ്ങൾ നിന്റെ അനന്തകാലത്തിൽ നിന്ന് പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സാൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. പാപവിമോചനമേകിടുവാൻ പാരിനു ശാന്തി പകർന്നിടുവാൻ ക്രൂശിതനായൊരു നാഥാനിൻ ഉത്ഥാനം പരമാനന്ദം. ഉദ്ധിതനാഥൻ മാനവരിൽ പാവന ശാന്തി നിറയ്ക്കട്ടെ. സ്വാതന്ത്ര്യത്തിൻ വീതികളിൽ നിത്യം നമ്മെ നയിക്കട്ടെ. വാഗ്ദാനം പോലനവരതം വിശ്വാസത്തിൽ വളർന്നിടുവാൻ ഉദ്ധിതനെ ഘോഷിക്കാൻ ദൈവം വരനിര ചൊരിയട്ടെ. ജീവൻ പകരും നിർമ്മലമാം പാവന ദിവ്യരഹസ്യങ്ങൾ നിത്യമഹത്വം നൽകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേ
ഈശോയെ നന്ദി, ബാവായെ നന്ദി, റൂഹായെ നന്ദി, കുർബാനയ്ക്കായി. ഈശോയെ നന്ദി, ബാവായെ നന്ദി, റൂഹായെ നന്ദി, കുർബാനയ്ക്കായി. ഈശോയെ നന്ദി, ബാവായെ നന്ദി, റൂഹായെ നന്ദി, നിത്യപുരോഹിതനായ യേശോ, അങ്ങേ ദാസന്മാരായ വൈദ്യർ യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പോഷപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളെ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നാം സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പല സമർത്ഥങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിന്റെ സൗഭാഗ്യത്തിന്റെ മൗഢവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമി, സന്യാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണം.